അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ എന്തുണ്ട്, ഓരോ തരത്തിലുള്ള ഹിജ്റകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ത്വാഹ റസൂലിൻ്റെ ഹിജ്റനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ത്യാഗത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങളായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ണോടിച്ച് പോവാം. ഹിജ്റ എന്ന വാക്കിൻ്റെ അർത്ഥം ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ വെടിയുക എന്നൊക്കെയാണ്. അതിൻ്റെ ലുഅവി ആയിട്ടുള്ള മാന. അതിൻ്റെ ഇസ്തിലാഹി ആയിട്ടുള്ള മാന നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവപ്രീതിക്ക് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം തേടി യാത്ര തിരിക്കുന്നതാണ് ഹിജ്റ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു: അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അള്ളാഹു നിഷേധിച്ച കാര്യങ്ങളിൽ നിന്നും വെടിഞ്ഞു നിൽക്കുന്നവനാണ് എന്ത്? മുഹാജിർ. അതുപോലെ തന്നെ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി. അവിടെ മുഹാജിർ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ഹിജ്റ ചെയ്യുന്നവൻ, പാലായനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ഇസ്ലാം വന്നിട്ടുള്ളത് മനുഷ്യൻ്റെ ഖൽബിലും അതുപോലെ തന്നെ വ്യവസ്ഥിതിയിലും സംസ്കരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, മക്കയിൽ ഇനി പ്രബോധനം എത്താൻ ആൾക്കാരൊന്നുമില്ല, എല്ലാവരിലേക്കും പ്രബോധനം എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖൽബിലുള്ള മാറ്റം അവിടെ ഏകദേശം പൂർണ്ണമാണ്. പിന്നീട് അവർക്ക് ഇസ്ലാം സ്വീകരിച്ചവർക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥിതിയുടെ ആവശ്യമുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഭൂമിയല്ല മക്ക എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അവർ ഹിജ്റയ്ക്കുള്ള ഒരു ഒരുക്കങ്ങളും ആലോചനകളൊക്കെ തുടങ്ങുന്നത്. ആദ്യമായിട്ട് മുസ്ലിങ്ങൾ ഹിജ്റ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അബ്സീനിയയിലേക്കാണ്. അബ്സീനിയയിൽ നജാഷി രാജാവ് സഹായിക്കും എന്നുള്ള ഒരു ഇതിലാണ് അവർ അബ്സീനിയയിലേക്ക് പോകുന്നത്. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നോക്കുകയാണെങ്കിൽ അത് തുടങ്ങുന്നത് ത്വായിഫിലേക്ക് പോകുന്നതിലൂടെ. പക്ഷേ നബിയുടെ ആദ്യത്തെ ഹിജ്റ അത്ര ഭംഗിയിലല്ല അവസാനിച്ചിട്ടുണ്ടായത്. അത് ഭയങ്കര ക്രൂരമായിട്ട് നേതാക്കൾ നബി തിരുമേനിയെ പരിഹസിക്കുകയും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് നബിയെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിപ്പിക്കുകയും ചെയ്യുന്നൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നബിയുടെ കാലിൽ നിന്ന് രക്തം ഒലിച്ച് നബി ഒരു തോട്ടത്തിൽ അഭയം പ്രാപിക്കാൻ. എങ്കിലും നബിയുടെ പ്രതീക്ഷകളൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല. വീണ്ടും ഓരോ ഹജ്ജ് സീസണിലും അവിടെ വരുന്ന ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്ന മറ്റു നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഈ ഇസ്ലാമിനെ കുറിച്ച് പറയുകയും അതിനെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അക്കബയിൽ വെച്ചിട്ട് യസ്രിബിലെ 6 ആളുകളെ കണ്ടുമുട്ടുന്നത്. അവരോട് ഈ പുതിയ ദീനിനെ കുറിച്ചിട്ട് വിവരിച്ചു കൊടുക്കുകയും അങ്ങനെ ഈ ദീനിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ച് പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ട് അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവരോട് ഈ ദീനിനെ അവരെ നാട്ടിലും കൂടി പറഞ്ഞു കൊടുക്കാനും ഒക്കെ നബി പറയുന്നുണ്ട്. അങ്ങനെയാണ് പിന്നീട് അക്കബ ഉടമ്പടി എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ യസ്രിബിൽ വെച്ചിട്ട് 12 ആൾക്കാർ പ്രവാചകനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവർ പക്ഷേ ആദ്യം വന്ന ആളുകളെക്കാളും കുറച്ചും കൂടിയും അവരുടെ വിശ്വാസം പറയുക എന്നതിലുപരി അതൊന്നും കൂടിയും ഉറപ്പിക്കുക, അതായത് ഇസ്ലാമിക മൂല്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നബിനോട് പറഞ്ഞ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ അവർ വന്നിട്ട് പ്രവാചകനെ കാണുന്നു. എന്നിട്ട് അവർ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? മുസ്അബ് ഇബ്നു ഉമൈറിനെ അവരെ കൂടെ പറഞ്ഞേക്കാണ്. കൂടുതൽ മദീനത്തെ അല്ലെങ്കിൽ യസ്രിബിത്തെ ആളുകളെ ഒന്നും കൂടിയും ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താനും ഖുറാനിക വചനങ്ങളിലേക്ക് അവരെ ഉൾക്കാഴ്ച കൊടുക്കാനും വേണ്ടിയിട്ട് മുസ്അബ് ഇബ്നു ഉമൈറിനെ അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാവും പകലും അല്ലെങ്കിൽ ഒരു ക്ഷീണം ബാധിക്കാതെ മുസ്അബ് മദീനയിൽ അല്ലെങ്കിൽ യസ്രിബിൽ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി ആഴത്തിൽ. അങ്ങനെ പ്രവാചകനെ കാണാനുള്ള ഒരു അതിയായ മോഹത്തോടു കൂടിയിട്ട് പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് മുസ്അബ് വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് മുസ്അബ് തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺകുളിർമയേകുന്ന ഒരു വാർത്തയുമായിട്ട് കുറച്ച് ആളുകൾ പ്രവാചകനെ കാണാൻ വരുമെന്ന് മുസ്അബ് പറയുന്നുണ്ട്. അങ്ങനെ നുബുവത്തിൻ്റെ 13-ാം വർഷം 73 ആണുങ്ങളും 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു അഖബ ഉടമ്പടി അവിടെ സ്ഥാപിതമാവുകയാണ്.
അവർ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യം, പ്രവാചകന് പൂർണ്ണ സംരക്ഷണം മദീനയിൽ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അവർ മദീനയിലേക്ക് പ്രവാചകനെ ക്ഷണിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. ഈ അക്കബ ഉടമ്പടി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് സ്വഹാബികൾക്ക് ഹിജ്റ ചെയ്യാനുള്ള അനുമതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. എല്ലാ സ്വഹാബികളും ഒരുപാട് ത്യാഗങ്ങളും പല കാര്യങ്ങളും ത്യജിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. പക്ഷെ അതിൽ എടുത്തു പറയേണ്ട ചില മഹത് വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അബൂസലമയുടെ കുടുംബം എന്ന് പറയുന്നത്. അബൂസലമയുടെ കുടുംബം ഹിജ്റ പോകാൻ തീരുമാനിച്ചുറപ്പിച്ച് അവർ മക്കയുടെ അതിർത്തി എത്തുന്ന സമയത്ത് ഈ അബൂസലമയുണ്ട്, ഉമ്മുസലമയുണ്ട്, അവരുടെ ഒരു മകനുണ്ട്. അപ്പോൾ അവർ മക്കയുടെ അതിർത്തി എത്തിയ സമയത്ത് ഉമ്മുസലമയുടെ ഗോത്രക്കാർ വന്നിട്ട് അവരെ പിടിച്ചു വെക്കുകയും എന്നിട്ട് അബൂസലമയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഗോത്രത്തിലൊരു കുട്ടിയെ മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ഉമ്മുസലമയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഉമ്മുസലമനെയും കുട്ടിനെയും അവിടെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന് അവരെ ഏൽപ്പിച്ചുകൊണ്ട് അബൂസലമ ഹിജ്റക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ അബൂസലമയുടെ കുടുംബക്കാർ വന്നിട്ട് ഉമ്മുസലമയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിനെയും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഒരു പിതാവ് വേറൊരു സ്ഥലത്തും മാതാവ് വേറൊരു സ്ഥലത്തും അതുപോലെ കുട്ടി വേറൊരു സ്ഥലത്തുമായിട്ട് ചിന്നിച്ചിതറി പോകുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഉമ്മുസലമനെ കുറിച്ച് പറയുന്നത് 1 വർഷത്തോളം അവർക്ക് ഇങ്ങനെ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഉമ്മുസലമ ഇവർ പിടിക്കപ്പെട്ട ആ സ്ഥലത്ത് വന്നിരുന്ന് എന്നും കരയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ അവരുടെ സങ്കടവും പ്രയാസവും ഒക്കെ കണ്ടിട്ട് അവരുടെ ഗോത്രത്തിൽ തന്നെയുള്ള ആളുകൾ അത് മനസ്സിലാക്കുകയും അങ്ങനെ അവരെ മോചിപ്പിക്കുകയും അവരുടെ കുട്ടിനെ മറ്റേ ഗോത്രത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹസികമായിട്ടുള്ള ഒരു ഹിജ്റക്ക് ഉമ്മുസലമയും ഈ കുട്ടിയും തയ്യാറെടുക്കുകയാണ്. ഒറ്റയ്ക്ക് യസ്രിബ് വരെ പോകുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. അപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ഉസ്മാൻ എന്ന ഒരു അന്ന് അവിശ്വാസിയായിരുന്ന പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഒരു സ്വഹാബി ഇവരെ കാണുന്നുണ്ട്. എന്നിട്ട് ഇവരെ സഹായിക്കുകയും അങ്ങനെ മദീനയിലെത്താനും ഇവരുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മുസലമയുടെ അത്ര ത്യാഗം സഹിച്ച ഒരു ഹിജ്റ ചെയ്ത ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഈ ഉസ്മാൻ ഈ പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളൊരു വാചകം പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വമാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. അപ്പം സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് മക്കയിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി പോയ സമയത്ത് മക്ക മുശ്രിക്കുകൾ വന്നു കൂടി. എന്നിട്ട് ഖുറൈശികൾ ചോദിക്കുകയുണ്ടായി, നീ ഇവിടെ എങ്ങനെയാണ് വന്നത്? ദരിദ്രനായിട്ടാണ് ഇവിടെ വന്നത്, അതുപോലെ തന്നെയാണ് നീ ഇവിടെ നിന്ന് പോകേണ്ടത്. അതായത് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് സമ്പത്തുണ്ട്, ആ സമ്പത്തെല്ലാം നീ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹു മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എന്നെ വിട്ടയക്കുമോ? അപ്പോൾ അവർ വിട്ടയക്കാമെന്ന് പറഞ്ഞു. അപ്പം തൻ്റെ സമ്പത്ത് മൊത്തം കൊടുത്തിട്ടാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലോട്ട് യാത്ര പോകുന്നത്. പലരും രാത്രിയുടെ ഇരുട്ടിൽ ഹിജ്റ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ ധൈര്യപൂർവ്വം ഹിജ്റ ചെയ്ത ഒരു വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരു പ്രത്യേകം ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒരു ഹിജ്റയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് കഅബയിൽ വന്നിട്ട് അവിടെ ഖുറൈശികളെ മുന്നിൽ ഉമർ റളിയല്ലാഹു അൻഹു ധീരതയോടെ പറയാണ്, ആർക്കെങ്കിലും അവരുടെ ഉമ്മയെ കരയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയെ വിധവയാക്കണമെങ്കിൽ മക്കളെ അനാഥരാക്കണമെങ്കിൽ അടുത്തുള്ള താഴ്വരയിൽ വന്നിട്ട് അവരെന്നെ കണ്ടുമുട്ടട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി വിളിച്ചുകൊണ്ട് ധീരതയോടെ, അല്ലെങ്കിൽ ആ ധീരത എവിടെ നിന്ന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചവനോടുള്ള വിശ്വാസത്തിൽ നിന്ന് വന്നൊരു ധീരമായിട്ടുള്ളൊരു യാത്രക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് കേട്ട ഖുറൈശികൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, പിൻവലിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ധീരമായിട്ടുള്ള ഹിജ്റ യാത്രക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോവുകയാണ്, മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഭൂരിഭാഗം ആളുകളും മദീനയിലോട്ട് ഹിജ്റ പോകാൻ വേണ്ടി തുടങ്ങിയത് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടു? ഖുറൈശികളുടെ. സ്വാഭാവികമായിട്ട് അവർക്ക് പേടിയായി, ഇനി റസൂലും കൂട്ടരും അവിടെ പോയിട്ട് അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവർക്കത് തിരിച്ചടിയാകും. അങ്ങനെ ഖുറൈശികൾ ദാറുന്നദ്വയിൽ, മക്ക മുശ്രിക്കുകൾ ദാറുന്നദ്വയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി.
ഈ ഒരു സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറക്കുന്നത്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന് രാത്രി നീ നിൻ്റെ കിടക്കരുതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക: വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയാണ്, ഇതൊരു ഉച്ച സമയത്താണ്, നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ വിവരം ഹിജറയ്ക്ക് നബിക്ക് ആഹ്വാനം തന്നിട്ടുള്ള വിവരം അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി. ഇതുവരെ നബി വരാത്തൊരു സമയത്താണ് നബി അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി നബി എന്തോ ഒരു വാർത്ത അറിയിക്കാനാണ് വന്നതെന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ എനിക്ക് വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ, അതായത് അസ്മാ റളിയല്ലാഹു അൻഹും ആയിഷ റളിയല്ലാഹു അൻഹും മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പോകാൻ പറയുകയും എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഹിജറയ്ക്ക് പോകാനുള്ള ആഹ്വാനം കിട്ടി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലെ ഞാനും റസൂലിൻ്റെ കൂടെ വന്നോട്ടെ. അപ്പോൾ റസൂൽ അതിനെ സമ്മതം മുളയ്ക്കും. പിന്നീട് അവർ ഹിജറയ്ക്ക് വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ഒട്ടകങ്ങളെ ഒരുക്കി. എന്നിട്ട് നബിയോട് പറഞ്ഞു, റസൂലെ ഞാൻ താങ്കൾക്ക് ഒരു ഒട്ടകം തരാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വിലയ്ക്കാണെങ്കിൽ ആ ഒട്ടകം മതി. അതിനുശേഷം പിന്നെ അവർ കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് അന്ന് രാത്രി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ പുറകിലൂടെ അവർ ഹിജറയ്ക്ക് യാത്ര തിരിക്കുന്നത്. അബൂബക്കറിൻ്റെ വീട്ടിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിലേക്ക് പോവുകയും പിന്നെ ആ ഹിജ്റ അന്ന് രാത്രി ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിജ്റയിൽ നോക്കുമ്പോൾ ഒരുപാട് ഗംഭീരമായിട്ടുള്ള ആസൂത്രണ പാഠം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആസൂത്രണങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു ഒരു വിടവും ഇല്ലാതെ ചെയ്തിട്ടുള്ള പ്ലാനിങ്ങുകളാണ് നമുക്ക് ഹിജ്റയിൽ കാണാൻ വേണ്ടി സാധിക്കുക. ഹിജ്റക്ക് പുറപ്പെടുക എന്നുള്ളൊരു വാർത്ത അനുമതി കിട്ടുമ്പോഴൊക്കെ ചാടി പുറപ്പെടുന്ന ഒരു രീതി ആയിരുന്നില്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സ്വീകരിച്ചതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കാരണം നബിക്ക് എല്ലാവിധ സഹായങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് ഉറപ്പുണ്ടായിട്ടും പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യ സിദ്ധിക്ക് കഴിയാവുന്ന അത്രയും കാര്യങ്ങൾ സജ്ജീകരിച്ചതിന് ശേഷമാണ് ഈ ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് അലി റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം പായയിൽ കിടത്തിയിട്ട് പോവുക എന്നുള്ളൊരു ഇത് വെക്കുന്നത്. അതുപോലെ തന്നെ സൗർ ഗുഹയിലേക്കാണ് ആദ്യം പോകുന്നത്. മദീനയുടെ ഓപ്പോസിറ്റാണ് സൗർ ഗുഹ നിലനിൽക്കുന്നത്. അപ്പോൾ ആദ്യം സൗർ ഗുഹയിൽ പോയിട്ട് 3 ദിവസം അവിടെ തങ്ങിയിട്ട് ഈ ഖുറൈശികളുടെ തെരച്ചിലും കോപമൊക്കെ ഒന്ന് അടങ്ങിയിട്ട് പോവാം എന്നുള്ള ഒരു ഇതും കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ ആസൂത്രണ പാഠവത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അലി റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം പായയിൽ കിടത്തുകയും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഈ ജനങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള പല അമാനത്തുകളുണ്ട്, അത് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുത്തിട്ട് വേണം നീ ഹിജ്റ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ അമാനത്ത് തിരിച്ചേൽപ്പിക്കാൻ. ഇപ്പം നബി അങ്ങനെ ഏൽപ്പിച്ചില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, മോഡേൺ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നബിക്ക് ആ ധനം ഉപയോഗിച്ച് മദീനയിലൊരു രാഷ്ട്രം പണിയാം, അതിനൊരു സഹായമാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നബി അപ്പോഴും ആ പണം തിരിച്ചേൽപ്പിച്ചു. അതിൻ്റെ കാരണം ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അമാനത്തെ സ്വത്തുക്കളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നബീനെ ഒരു പക്ഷേ അവർ സാരിഖ്, മോഷ്ടാവെന്ന് വിളിച്ചേക്കാം. അതുകൊണ്ടാണ് നബി അപ്പോഴും ഇസ്ലാമിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു. അതുമാത്രമല്ല, അലീനെ അത്രയും വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള വിശ്വസ്തതയും പറയപ്പെടേണ്ട ഒരു സംഗതിയാണ്. സത്യമായിട്ടുള്ള സംഭവമാണ്. അതുപോലെ ഈ ആസൂത്രണത്തിൽ കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്മാ റളിയല്ലാഹു അൻഹയെയും ആമിർ ഇബ്നു ഫുഹൈറിനെയും ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. അതുപോലെ അബ്ദുള്ള ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഈ ഖുറൈശികളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, തിരച്ചിൽ എവിടെയൊക്കെ എത്തുന്നുണ്ട്, എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്നുള്ള അവിടുത്തെ മക്കയിലെ വാർത്തകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അബ്ദുള്ള ബിൻ അബൂബക്കറിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ ആമിർ ബിൻ ഫുഹൈറ ഒരു ആട്ടിടയനാണ്. അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭക്ഷണം എത്തിക്കുകയും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിനും അബൂബക്കറും അതുപോലെ തന്നെ അസ്മാ റളിയല്ലാഹു അൻഹു ഒക്കെ എത്തുന്ന അവർ നടന്നു വരുന്ന കാൽപ്പാടുകൾ മായ്ക്കുന്നതിന് ഈ ആടുകളെ മേയ്ക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ആമിർ ഇബ്നു ഫുഹൈറൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇതിൽ കാണുന്ന വേറൊരു കാര്യം, ഒരു വഴികാട്ടിയെ ഇവർ നിശ്ചയിക്കുന്നുണ്ട്.
ഈ സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നത് വരെയുള്ള അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു വഴികാട്ടി വെക്കുന്നുണ്ട്. അദ്ദേഹം ഒരു അവിശ്വാസിയാണ്, ഉറൈക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു വിടവുമില്ലാതെ മൊത്തത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ഹിജ്റ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അസ്മാ റളിയല്ലാഹു അൻഹു അവിടെ സൗർ ഗുഹയിൽ എത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോൽപാത്രത്തെ, ഭക്ഷണത്തിൻ്റെ തോൽപാത്രത്തെ മൂടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പം അസ്മാ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ വേറെ മൂടാനായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പം തൻ്റെ അരപ്പട്ടയിൽ നിന്നും പകുതി കീറിയിട്ടാണ് അത് മൂടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ അസ്മാ റളിയല്ലാഹുവിനെ ദാത്തു നിതാഖൈൻ എന്നൊരു പേരുണ്ട്. അവർക്ക് എന്താണ് സ്വർഗത്തിൽ ഒരു അരപ്പട്ട കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അതുപോലെ ഇതിൽ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ അസ്മാ റളിയല്ലാഹു അന്ന് പ്രഗ്നൻ്റ് ആണ്. മാത്രമല്ല ഈ സൗർ ഗുഹയുടെ മുകളിൽ, സൗർ എന്ന മലയുടെ മുകളിലാണ് ഈ ഗുഹ ഉള്ളത്. അത്രയും ദൂരം നടന്ന് ഗർഭിണിയായിട്ടുള്ള അസ്മാ റളിയല്ലാഹു നടന്നിട്ടാണ് ഈ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ പരിശ്രമം നമ്മൾ കാണാതെ പോകാൻ പരിശ്രമം മാത്രമല്ല നമുക്ക് നോക്കിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്ന ഒരു ഹുബ്ബാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗർഭിണിയായിട്ടുള്ള അസ്മാ റളിയല്ലാഹു അൻഹു നടന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നടന്നു വരിക. അതുപോലെ തന്നെ സൗർ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പ്രവാചകൻ ഇവിടെ നിൽക്ക്, ഞാൻ അകത്ത് കയറിയിട്ട് ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് മാത്രം തിരുമേനി കടന്നാൽ മതി എന്നുള്ളൊരു ആദ്യം പറയുന്നത്. എന്നിട്ട് അബൂബക്കർ അവിടെ ഗുഹയിൽ കയറിയിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. എന്നിട്ട് കാണുന്ന ഹോളുകളെല്ലാം ഇങ്ങനെ അടക്കുകയാണ്. എന്നിട്ട് സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പ്രവാചകനെ വിളിച്ച് കയറ്റുകയാണ്. അങ്ങനെ അത് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് തൻ്റെ മടി പ്രവാചകന് ചായ്ക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് തിരുമേനിയോടുള്ളൊരു സ്വഹാബാക്കളുടെ ഹുബ്ബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ചരിത്രത്തിൽ പറയപ്പെടുന്നൊരു സംഭവമുണ്ട്. അതായത് ഗുഹയിൽ വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖിനെ പാമ്പ് പോലത്തെ എന്തൊരു ജീവി കടിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകന് മയങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്, പ്രവാചകൻ്റെ മയക്കം കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അബൂബക്കർ അദ്ദേഹത്തെ ഉണർത്തുന്നില്ല. അപ്പോൾ അങ്ങനെ വേദനയും ഇതും സഹിക്കാൻ വയ്യാണ്ട് കണ്ണുനീര് പ്രവാചകൻ്റെ മുഖത്തേക്ക് ഇറ്റുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോഴാണ് പ്രവാചകന് ഈ സംഗതിയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ പ്രവാചകന് പ്രാർത്ഥിക്കുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രമാത്രം, അതായത് സ്വന്തം ശരീരത്തിൻ്റെ വേദന അടക്കി പിടിച്ചുകൊണ്ട് പ്രവാചകൻ്റെ സുഖത്തിന് പരിഗണന കൊടുക്കുന്ന ഒരു സഹാബാക്കളെ നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം 3 ദിവസം സൗർ ഗുഹയിൽ നിന്നിട്ട് അവർ തിരിച്ച് അവരുടെ ഹിജ്റ യാത്ര തുടരുകയാണ്. അപ്പോഴത്തേക്കും ഖുറൈശികളും സംഘങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് വന്നല്ലോ. അപ്പോൾ അവരിങ്ങനെ അവിടെ വന്നപ്പം ചെലന്തി വലയൊക്കെ മൂടി അങ്ങനെ നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ, അതായത് അള്ളാഹു നബീനെ സംരക്ഷിക്കുകയുണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബീനോട് പറഞ്ഞു, റസൂലേ, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണും. അപ്പോഴാണ് ഒരു ഖുർആൻ ആയത്ത് അവതരിച്ചത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിം ജനതയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്താണ്, നല്ല ആശ്വാസം. അത് മാത്രമല്ല, അതായത് പ്രവാചകനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം മൊത്തം അവിടെ കൂടെ നിൽക്കുകയാണ്. ഈ സൗർ ഗുഹൻ്റെ ഈ ചരിത്ര സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ കേട്ടൊരു പാട്ടുണ്ട്. അതായത് സൗരെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ 2, സ്നേഹത്തിനിണകൾ 2 പാറി വന്നു, പൊത്തിലോടി വന്നു, ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. ഹിജ്റയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ദീർഘദൃഷ്ടിയും അതുപോലെ തന്നെ മനുഷ്യന് കഴിയാവുന്ന വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞു. ഇങ്ങനെ ഒരു ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത്രയും ചെയ്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് അള്ളാഹുവിനേക്കുള്ള സഹായം ചോദിക്കാൻ പറ്റുക എന്നുള്ളത്. ഇവിടെ ഹിജ്റയിൽ നബി ഒരു വിടവും ഇല്ലാതെ ആസൂത്രണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഹിജ്റയിൽ കാണാൻ പറ്റും. അതിലൊന്നാണ് അലി റളിയല്ലാഹു അൻഹുവിനെ പായയിൽ കിടത്തിട്ട് രാത്രി നബി പുറത്തേക്ക് ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ അവരുടെ മുഖത്തേക്ക് ഒരു മണ്ണ് വാരി എറിഞ്ഞിട്ട് ഒരു മറ സൃഷ്ടിച്ചിട്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇതൊരു ദൈവിക സഹായം ലഭിച്ച ഒരു സന്ദർഭമാണ്. മറ്റൊന്ന് അതിൽ പറഞ്ഞതുപോലെ തന്നെ സൗർ ഗുഹയിൽ ചെല്ലുന്ന സമയത്ത് ഖുറൈശികൾ സൗർ ഗുഹേൻ്റെ മുകളിലെത്തുമ്പോൾ
ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ കാണും. പക്ഷേ ഈ ഒരു സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ ദൈവിക സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട്. വേറെയും ദൈവിക സഹായങ്ങൾ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുന്നു. മറ്റൊരു മുഅ്ജിസത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് മക്ക മുശ്രിക്കുകൾ ഒരു വാഗ്ദാനം പ്രചരിപ്പിക്കുകയുണ്ടായി. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുപിടിക്കുന്നത് അവർക്ക് 100 ഒട്ടകം പ്രതിഫലമായി നൽകും. അങ്ങനെ മക്കയിലെ യുവാക്കളെല്ലാം നല്ലതുപോലെ മത്സരിച്ച് അവരെല്ലാവരും യാത്ര തുടങ്ങി നബിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുപിടിക്കാനായി. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഒരു ശക്തനായ ഒരു ആളാണ് സുറാക്ക. സുറാക്കായും തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ ആദ്യത്തെ 3 ദിവസം ഇതുപോലെ യാത്ര ചെയ്തിട്ട് എല്ലാ യുവാക്കളും ക്ഷീണിച്ചു. കാരണം ആർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുപിടിക്കാനായില്ല. അങ്ങനെ സുറാക്കയും അതുപോലെ തന്നെ ഇവരെല്ലാവരും കൂടെ വീണ്ടും ഒരു സദസ്സിൽ കൂടി. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, സുറാക്ക നല്ല ധീരനായിട്ടുള്ള ഒരു ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം സുറാക്കേനെ ചില ആളുകൾ പരിഹസിക്കുകയാണ്, നിനക്ക് കണ്ടുപിടിക്കാനായില്ലല്ലോ പറഞ്ഞിട്ട്. ആ ഒരു സമയത്ത് ഏതോ ഒരു വ്യക്തി വന്ന് പറയുകയാണ്, ദോ ആ മരുഭൂമിയിലൂടെ 2 ആളുകൾ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സുറാക്ക ബാക്കിയുള്ള അയാളെ വിളിച്ചിട്ട് അത് രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് സുറാക്ക മറ്റുള്ളവരോട് പറയുകയാണ്, അത് 2 പേരും അല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ സുറാക്ക തൻ്റെ കുതിരയുമായി എടുത്ത് അവരെ അന്വേഷിച്ചു പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്താനായപ്പോൾ സുറാക്കയുടെ കുതിരേൻ്റെ 2 കാലുകൾ മണ്ണിലേക്ക് പൂഴ്ന്നു പോയി. പിന്നെ സുറാക്ക എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കാണുകയും നബിയോട് പറയുകയും ചെയ്യണം, നബി ഒരാൾ പുറകിൽ നിന്ന് വരികയാണ് എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. പിന്നെ ആ ഒരു സന്ദർഭത്തിലാണ് സുറാക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത്. അപ്പം സുറാക്കയ്ക്ക് മനസ്സിലായി, ഇവരെ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു ശിക്ഷ കിട്ടിയത് എന്നുള്ളൊരു കാര്യം. എന്നിട്ട് സുറാക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കൂ എന്ന് പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് സുറാക്കയെ അതിൽ നിന്നും രക്ഷിച്ചതിന് ശേഷം നബി പറഞ്ഞു, നീ ഈ ഒരു കാര്യം നമ്മൾ 2 പേരെ ഇവിടെ കണ്ട കാര്യം ഒരു ജനങ്ങളോടും പറയരുത് എന്നാണ് പറയുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് നബി മദീനയിൽ എത്തിയിട്ടും പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് സുറാക്ക തൻ്റെ ഗോത്രത്തോട് ഈ ഒരു കാര്യം വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, സൗർഗുഹയിൽ നിന്നും പോകുന്ന സന്ദർഭത്തിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ് ഇത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ എത്തുന്നതിന് മുമ്പ് ഒരു വീടിൻ്റെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഉമ്മു മഅബദ്. അവർ വളരെ സൽക്കാരം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. വഴി യാത്രക്കാർക്ക് എല്ലാവർക്കും എപ്പോഴും അവർ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മു മഅബദ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നബി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉമ്മു മഅബദ് ആ സമയത്ത് വളരെ ക്ഷാമം അനുഭവിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലൊന്നുമില്ല. അവരുടെ ആടുകളൊക്കെ മെലിഞ്ഞൊട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു മഅബദിനോട് ചോദിച്ചു, ഞാൻ ഇതിൽ നിന്നും പാല് കറന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മു മഅബദ് പറഞ്ഞു, ഇതിൽ പാലൊന്നും ഇല്ല, നിങ്ങൾ വേണമെങ്കിൽ കറന്നോളൂ എന്ന് അനുവദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് പാലിങ്ങനെ കറക്കാണ്. പാല് കറക്കാൻ പറഞ്ഞാൽ ഒരുപാട് പാല് കിട്ടി. ആദ്യം ഉമ്മു മഅബദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ കൊടുത്തു, പിന്നെ നബീൻ്റെ കൂടെയുള്ള ആളുകൾക്ക് കുടിക്കാൻ കൊടുത്തു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. എന്നിട്ട് ബാക്കിയും പാല് ബാക്കിയാണ്. അങ്ങനെ ഉമ്മു മഅബദിൻ്റെ ഭർത്താവ് തിരികെ മെലിഞ്ഞ ആടുകളുമായിട്ട് വരുന്ന സമയത്ത് ഈ പാത്രത്തിൽ നിറയെ പാല് കാണിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ഇത് അത്ഭുതപ്പെടുകയുണ്ടായി. പിന്നീട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര തുടരുകയാണ്. അവരാദ്യം എത്തുന്നത് ഖുബായിലാണ്. ഖുബായിൽ എത്തുന്ന സന്ദർഭത്തിൽ അവിടെ ജനങ്ങളൊക്കെ ഒത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായിട്ട്. അവർ വിചാരിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നബി എന്നവർ വിചാരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അഭിവാദ്യമൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം. വെയിലെന്തോ തട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ തുണി വെച്ചിട്ട് നബീനെ ഇങ്ങനെ മറച്ചു പിടിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞ സ്വഹാബിമാർക്ക് നബിയോടുള്ള ഒരു ഹുബ്ബ് പറഞ്ഞു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നബിക്ക് സ്വഹാബിമാരോടുള്ള ഹുബ്ബ്. ഈ ഒരു സന്ദർഭത്തിലാണ് അലി റളിയല്ലാഹു അൻഹു ഖുബായിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നബി അത്രയും ആഗ്രഹിച്ചിരുന്ന അലി റളിയല്ലാഹു അൻഹു നബി ഇങ്ങനെ കാത്തിരുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെ നബി ഇങ്ങനെ അലി എപ്പോഴാണ് വരിക അങ്ങനെ ഇരുന്നൊരു സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു ഖുബായിലേക്ക് നബി വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹു വന്നത്. നബി അലി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നതും ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം അത്രയ്ക്കും നബിക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമായി. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് നബിക്ക് സഹാബിമാരോടുള്ള ഹുബ്ബിനെ കാണാൻ വേണ്ടി സാധിക്കും. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ഹിജറയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ, മക്കയിൽ നിന്ന് പുറത്തു പോകുന്ന സന്ദർഭത്തിൽ നബി മക്കയെ നോക്കി വിലപിക്കുന്ന ഒരു സന്ദർഭം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി,
മക്കേ നിൻ്റെ ആളുകൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമായിരുന്നില്ല. അപ്പം നബിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു മക്ക. ഇവിടെ ഒരു പാട്ടിങ് ഓർമ്മ വരുന്നുണ്ട്, അതായത് മക്ക നഗരമേ കരയോ, കഅബതൻ നഗരമേ കരയോ, നിൻ മാനസപുത്രൻ പോവുകയായി, മക്ക നഗരമേ കരയോ. ശരിക്കും പറഞ്ഞാൽ അത്രക്കും നബിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു മക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് അതിപ്പോൾ ഏതൊരു ഹിജ്റയായാലും നമുക്ക് എന്താ പറയുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയെന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ളൊരു ശക്തി നമുക്കതിന് ആവശ്യമാണ്. ഒരു ജന്മസ്ഥലത്ത് നിന്ന് നമ്മൾ കളിച്ച് വളർന്ന നമ്മുടെ എല്ലാ ഓർമ്മകളും, ഇപ്പോൾ നബിക്ക് ഏകദേശം 50 വയസ്സോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അത്രയും ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ് മക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് പറിച്ച് നടുക, അവിടുന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് നബിയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇബ്രാഹിം നബിയുടെ സ്ഥലമാണത്. അതുപോലെ തന്നെ മക്കയും മദീനയിലോ കഅബ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഓർമ്മകൾ ആ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മൈൻഡിലൂടെ പോയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം പിന്നെ കുബായിൽ നബി ഫസ്റ്റ് പോയ സമയത്ത് മസ്ജിദുൽ കുബാ പണികയുണ്ടായി. എന്നിട്ട് നബി അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ താമസിക്കുകയും അതിനുശേഷമാണ് നബി മദീനയിലോട്ട് പുറപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സൗർ ഗുഹയിൽ നിന്ന് അവർ പുറപ്പെടുന്നതോടുകൂടി മദീനയിൽ ശരിക്കും ഒരു കാത്തിരിപ്പിൻ്റെ ചരിത്രം എഴുതപ്പെടുകയാണ്. അതായത് അവിടുത്തെ എല്ലാ മനുഷ്യരും, കുട്ടികളാവട്ടെ, സ്ത്രീകളാവട്ടെ, വൃദ്ധരാവട്ടെ, യുവാക്കളാവട്ടെ, എല്ലാവരും പ്രവാചകൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അഖബ ഉടമ്പടിയോട് ശേഷം ഏത് സമയവും നമ്മുടെ പ്രവാചകൻ നമ്മിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ വിശ്വാസികളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവർ രാവിലെ തൊട്ട് പുലർച്ചെ തൊട്ട് അവർ മലയുടെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കും, ആരെങ്കിലും വരുന്നുണ്ടോ, പ്രവാചകൻ വരുന്നുണ്ടോ എന്നുള്ള ഒരു കാത്തിരിപ്പ്. പക്ഷെ ദിവസങ്ങൾ നീളും തോറും കാത്തിരിപ്പുകൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ എന്താ പറയുക, ഒരു ദിവസം ഒരു യഹൂദിയായിട്ടുള്ള വ്യക്തി 2 പേര് വരുന്നത് കാണാണ്. അപ്പോഴേ അയാൾ അവിടുന്ന് വിളിച്ച് പറയാണ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തൊട്ട് ശരിക്കും പറഞ്ഞാൽ മദീനയുടെ ചിത്രം തന്നെ മാറുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി കുട്ടികളാവട്ടെ എല്ലാവരും ഒരേപോലെ ദഫ് മുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം പോലെ അവർ പ്രവാചകൻ്റെ വരവേൽക്കാണ്. അങ്ങനെ എന്താ പറയുക, ചെറിയ കുട്ടികൾ ദഫ് മുട്ടി പാട്ട് പാടിയിട്ടൊക്കെ പ്രവാചകനെ സ്വീകരിക്കുന്ന ഒരു എന്താ പറയുക, അത്രയും ഗംഭീരമായിട്ടാണ് അവർ തൻ്റെ പ്രവാചകനോടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ മദീനയിലെ ജനങ്ങൾക്ക് മുഴുവൻ പ്രവാചകനോടുണ്ടായിരുന്ന ഒരു ഹുബിനെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മദീനയിലെ ജനങ്ങൾ പ്രവാചകനെ വരവേൽക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് കുട്ടികൾ ദഫ് മുട്ടി പാട്ട് പാടുക, അതുപോലെ തന്നെ അവർ ഒരു ഉത്സവം എന്ന പോലെ എന്താ പറയുക, വസ്ത്രങ്ങളൊക്കെ മാറി പുതുവസ്ത്രമൊക്കെ അണിഞ്ഞിട്ടാണ് പ്രവാചകനെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അവിടെ നമുക്ക് ഇവർക്ക് അറിയുന്നൊരു പാട്ടുണ്ട്. ഈ പാട്ടിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള അർത്ഥമാണ്. അതായത് പൂർണ്ണചന്ദ്രൻ ഞങ്ങളിലേക്ക് ഉദിച്ചിരിക്കുന്നു എന്നാണ്. തൊലാൽ ബദറു അലൈന. അതായത് അന്ന് അവിടെ എത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രക്കാരൻ അല്ല, ശരിക്കും പറഞ്ഞാൽ ലോക ജനങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മാർഗദർശനമായിട്ട് അയച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എത്തിയത്. അതുകൊണ്ടാണ് തൊലാൽ ബദറു അലൈന, പൂർണ്ണചന്ദ്രൻ ഞങ്ങളിലേക്ക് ഉദിച്ചിരിക്കുന്നു. ഹിജ്റ യഥാർത്ഥത്തിലൊരു ത്യാഗത്തിൻ്റെ കഥയാണ്. നമ്മളുടെ സുഖസൗകര്യങ്ങളും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ട് വിട്ടുകൊണ്ട് ഹിജ്റ ചെയ്ത ഒരു സ്വഹാബത്തിൻ്റെയും നബിയുടെയൊക്കെ ചരിത്രമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ചിലരെങ്കിലും ഇങ്ങനെ പറയാറുണ്ട്, മരണത്തെ പേടിച്ചുകൊണ്ട് ഓടിപ്പോയ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഹിജ്റ എന്ന്. പക്ഷെ അതങ്ങനെയല്ല. ഈ മരണത്തെ പേടിച്ച് ഓടിയതായിരുന്നു എങ്കിൽ അടുത്തത് ഈ ഹിജ്റ ചെയ്തവർ തന്നെയാണ് അടുത്തത് ബദറിൽ
മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് തന്നെ, ബദർ കൊണ്ട് തന്നെ ആ ഒരു വാദത്തെ നമുക്ക് പൊളിക്കാൻ പറ്റും. പിന്നെ നബി മദീനയിലെത്തുന്നത് അഭയാർത്ഥി ആയിക്കൊണ്ടല്ല, പകരം ഒരു രാഷ്ട്രീയ ശില്പി ആയിക്കൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നത്. ഘട്ടം ഘട്ടമായിട്ട് പള്ളി നിർമ്മിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഭരണഘടനയും കരാറുകളൊക്കെ ഉണ്ടാക്കുകയാണ്. യസ്രിബ് പണ്ട് പകപോക്കലുകളുടെ ഒക്കെ ഒരു നാടായിരുന്നു. ഈ അക്കബ ഉടമ്പടിയൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു യുദ്ധമൊക്കെ നടന്ന് ആകെ പ്രശ്നമായിരിക്കുന്ന, കലഹങ്ങളൊക്കെ നടന്ന് ഒരു പ്രശ്നമായിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അവിടേക്ക് വംശീയ ദേശീയ ചിന്തകൾക്കൊക്കെ ഒരു വിരാമം കുറിച്ചുകൊണ്ടാണ് ഹിജ്റ അവിടെ സംഭവിക്കുന്നത്. ഈ വംശീയ ദേശീയ ചിന്തകൾക്ക് പകരം അവിടെ സാഹോദര്യവും സമത്വവും പിന്നെ ഐക്യവും ഒക്കെ കൊണ്ടുവരികയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്യുന്നത്. അതായത് ഒരു രാഷ്ട്രീയത്തെ, ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ അവിടെ പണിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഹിജ്റയ്ക്ക് ശേഷം ഇസ്ലാമിന് ഭയങ്കരമായിട്ടുള്ള വളർച്ച സംഭവിക്കുന്നുണ്ട്. അതായത് പല ഗോത്രങ്ങളിലേക്കും ഇസ്ലാം എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല നാട്ടിലെ രാജാക്കന്മാർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം എല്ലാ സ്ഥലത്തേക്കും പ്രചരിക്കുന്നൊരു കാലഘട്ടമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഗതി, ഹിജ്റ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷൻ്റെ ഒരു പാടാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിജ്റ വഴി ഈ ഒരു കൊച്ചു ഇസ്ലാമിക പ്രസ്ഥാനം മക്കം ഫത്തഹോട് കൂടിയിട്ട് പൂർത്തീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹിജ്റ എന്നത് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു ചരിത്രം. അപ്പോൾ ഈ ഹിജ്റയെ നമ്മൾ വായിക്കുമ്പോൾ അത് വെറും ഒരു യാത്രയുടെ കഥയായിട്ടല്ല നമ്മൾ വായിക്കണത്. മറിച്ച് തവക്കുലിൻ്റെ ഗുഹയും അതുപോലെ തന്നെ സൊബറിൻ്റെ മണലും ധീരതയുടെ കിടക്കയും സഹോദരത്തിൻ്റെ വീടും അതുപോലെ തന്നെ പ്രതീക്ഷയുടെ ഭാവിയും തവക്കുലിൻ്റെ ഹൃദയവും ആയിട്ടാണ് നമ്മൾ ഈ ഹിജ്റയുടെ ചരിത്രം വായിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഹിജ്റ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു പാഠം കൂടിയാണ്.